ഉലകം ചുറ്റിയിട്ട് രണ്ടെണ്ണം തിരിച്ചിങ്ങനെ എത്തിയോ? എവിടെ ഇറങ്ങണ രണ്ടെണ്ണോ? അവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവളെ കറക്കാൻ കൊണ്ടുപോയതാ. സമയം നോക്കി എത്ര മണിയായെന്നറിയോ? 12 മണി കഴിഞ്ഞ്. രണ്ടെണ്ണം വെളി കറങ്ങാൻ നടക്കുന്നത്. ഇതിന് രണ്ടെണ്ണത്തിന് എന്തെങ്കിലും ഒരു ശിക്ഷ തന്നേ പറ്റത്തുള്ളൂ. ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ മര്യാദയ്ക്ക് വീട്ടുകാരോട് പറഞ്ഞിട്ട് പോകണം. അല്ലാതെ വീട്ടുകാരോട് പറയാതെ ഇറങ്ങി പോയേക്കുന്ന രണ്ടെണ്ണം. കുക്കി, നീ പോയി തുണിയെല്ലാം കഴുകിയിടും. പിന്നെ വണ്ടിയും കൂടെ കഴുകിയേക്കണം. തുണി കഴുകാനോ? ഞാൻ പോയി കഴുകിക്കോളാം. പിന്നെ തായ്മോള്, നീ ചെന്ന് അടുക്കളയിൽ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാൻ ബാക്കിയുണ്ട്. അത് പോയി കഴുകി വെക്കും. പാത്രം കഴുകണം, കഴുകിക്കോളാം. ഇത് ഞാനാണ്, ഇതെന്റെ അടുക്കളയാണ്. ഇപ്പോൾ ഞാൻ പാത്രം കഴുകിയാണ്. കഴുകിക്കോ കഴുകിക്കോ. ദൈവമേ നാശം, കറയും പോകുന്നില്ല. കഴുകിയിട്ട് പാത്രമൊട്ട് തീരുന്നും ഇല്ല. എന്തും വേണ്ടി പാത്രങ്ങളാണ്. കഴുകിക്കോ കഴുകിക്കോ. ദേവി, ഇതിനകത്ത് ഇതെന്തോ സംഭവം? ഇത് എഴുതി വെച്ചേക്കുന്നേ. ഇത് ഡിറ്റർജന്റ്. അപ്പൊ മറ്റേത് മുളക് പൊടിയാണോ? അടുക്കളയിൽ നിന്ന് എടുത്തപ്പം പാട്ട മാറിപ്പോയെന്ന് തോന്നുന്നു. ഇനി കുന്തറാണ്ട ഇങ്ങനെ ഓണാക്കുന്നേ. ഗൂഗിൾ ചേച്ചിയുടെ ഒക്കെ. ഹലോ ഗൂഗിൾ, ഹൗ ടു വാഷ് ക്ലോത്ത് ഇൻ വാഷിംഗ് മെഷീൻ. അയ്യോ, കഴുകാൻ എങ്ങനെ കഴുകുമെന്നാ ചോദിച്ചത്. നീ വേറൊന്നും കൊണ്ട് തരാതെ ഗൂഗിളേ. ആന്റി ഇതെങ്ങനാന്നൊന്ന് പറഞ്ഞു തരുവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തുണി കഴുകിയിട്ട് കഴിഞ്ഞ് ഇനി വണ്ടി കഴുകണം. ഈ വണ്ടി വാങ്ങിച്ച പിന്നെ കഴുകിയിട്ടേ ഇല്ലെന്നാ തോന്നുന്നത്. പൊടിയിട്ട് പോകുന്നുമില്ല. അപ്പോൾ രണ്ടുപേർക്ക് തന്ന പണിയെല്ലാം തീർത്തല്ലോ. ഇനി മേല വെളിയിൽ പോവാണെങ്കിൽ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് വേണം പോവാൻ, അല്ലാതെ ഇറങ്ങി പോവരുത്. ഹലോ ഹലോ ഹലോ, ഇതേതാ ഈ പുതിയ അവതാരം? എന്റെ കർത്താവേ, ഇവളെന്താ ഇവിടെ? ഇവളെ പറ്റി ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇവളെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഐ എം യൂഞ്ചി, ജിമിന്റെ ഗേൾഫ്രണ്ട് ആണ്. എന്തോ എന്നെ വിളിച്ചോ? ജിമിനെ അടിയിലടാ. ആരാടാ അവള്? ഇവളോ? ഇവളെന്റെ ഗേൾഫ്രണ്ടാ. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അവളെ ഗേൾഫ്രണ്ട് ആക്കിയത് നിങ്ങളോട് പറഞ്ഞില്ല. എന്നോട് ക്ഷമിക്കും. നിനക്ക് രണ്ടിനും ഞാനൊരു പണി തരും. തായ്മോളെ, യൂഞ്ചി മോളെ, നമുക്ക് ഉമാരെ കൊണ്ടുപോയൊരു ഡാൻസ് അങ്ങ് കളിപ്പിക്കുക. കളിയടാ. അതൊക്കെ വേണോ മമ്മി? എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. കളിയുടെ കാട്ടു கள்ளனான உன்னை எள்ள மெல்ல மெல்ல வந்து எந்த வெள்ள பிள்ளை போகிறே ஆடிவிட்டு மீறி வந்து அழகுறதுள்ள சொக்கி 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 நிற்கிறே ஒழித்து மறைத்த வளத்தை எடுக்க தேடல் தேடல் உருக்கியோ நட்சத்திர தூரல் தூரல் இறக்கியோ என் அழகின் சாரல் சாரல். എന്താടി തായ്മോളെ ഇവിടെ നടന്നേ? എന്താണ് സംഭവിക്കുന്നത്? എടി, എന്തായാലും ഇവിടെ പോകാനാണ് നടക്കണെന്ന് മനസ്സിലായി. അയ്യോ, കൊള്ളാം. കുക്കി, ഇവര് മൂന്നും എന്താണ് ഇങ്ങനെ ചിരിക്കുന്നേ? നമുക്ക് ഭ്രാന്തായോ അതോ ഇവർക്ക് മൂന്നുപേർക്കും ഭ്രാന്തായോ? അക്കാര്യത്തിൽ എനിക്കും ഡൗട്ട് ഇല്ലാതില്ല. മമ്മി, നിങ്ങള് മൂന്നും എന്തിനാ ചിരിക്കുന്നേ? നീ രണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്നു? നിന്റെയൊക്കെ അമ്മേനെ ഇതിനും വലിയ കളികൾ കളിച്ചിട്ടുള്ളവളായാലും. എന്നാ മോനെ, ഈ നിൽക്കുന്ന യൂഞ്ചി ഈ തായ്മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. തായ്മോളുടെ കൂട്ടുകാരിയായിരുന്നു അവള്. ഇവളെന്നോട് ഇതൊരു പറഞ്ഞിട്ടില്ലല്ലോ. അത് നിനക്കറിയത്തില്ല. ഈ തായ്മോള് തന്നെ ഈ ഇടയ്ക്കാണ് നീ ആ യൂഞ്ചിയുടെ ബോയ് ഫ്രണ്ട് എന്നറിയുന്നത്. നീ ആരോടും ഇവിടെ പറഞ്ഞില്ലല്ലോ, കുട്ടിയോട് പോലും നീ പറഞ്ഞില്ലല്ലോ. അങ്ങനെ തായ്മോൾ അറിഞ്ഞ ഉടനെ തന്നെ എന്നോട് വന്ന് അവള് പറഞ്ഞു. അപ്പൊ ഞാനും
ആ യൂഞ്ചി മോളെ ഒന്ന് പരിചയപ്പെട്ട് എല്ലാം സെറ്റാക്കി ഈ പ്ലാൻ എല്ലാം ഇട്ട് നിന്നെ ഒന്ന് വലയിലാക്കാൻ വേണ്ടിയാ ഈ നാടകം മൊത്തം കളിച്ചത്. ആഹാ, നന്നായി. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ട്. സമാധാനമായില്ലേ ജിമിൻ ചേട്ടാ നിനക്ക്? തളത്തി കുത്താള മുയലെ. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ ജിനി ആന്റി? എന്താ അത്? എന്നോടും പറഞ്ഞായിരുന്നു എന്തോ അത്യാവശ്യമായിട്ടുള്ള കാര്യം പറയണമെന്ന്. എന്താ ജിനി മമ്മി പറയാനുള്ളേ? അത് ഞാനിപ്പം പറയാം. കുക്കി, നിനക്ക് തായ്മോളെ ഇഷ്ടമാണോ? അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? സമ്മതമാണോന്നോ? ദേ ഇപ്പൊ എന്നോട് കെട്ടാൻ പറഞ്ഞാലും ഞാൻ ഇപ്പം കെട്ടുകൊള്ളാം. എടാ ജീവനെ, നിനക്ക് യൂഞ്ചി ഇഷ്ടമാണോ? നീ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവളെ കെട്ടാൻ തയ്യാറാ. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. തിരിച്ച് നമ്മുടെ സ്ഥലത്ത് ചെന്നിട്ട് എല്ലാ അറേഞ്ച്മെന്റും നടത്താമെന്ന് കരുതി. അപ്പം ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയാ ഞാൻ യൂഞ്ചിയേയും കൂടെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തത് ഇങ്ങോട്ട്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ ഫ്ലൈറ്റ് ഉണ്ട് തിരിച്ച് നാട്ടിലോട്ട്. അപ്പൊ എല്ലാവരും പോയി പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. എഡിജിന് ഡെക്കറേഷൻ്റെ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ബോഗമ്മന്റെ കയ്യിലല്ലേ? ബോഗമ്മന്റെ കയ്യിൽ തന്നെ. അവൻ തായ്മോളുടെ കല്യാണമെന്ന് പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞു എന്നാ ആന്റി ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നാലും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചില്ലേ അവർ രണ്ടുപേരും. നാട്ടിലെ നമുക്ക് ബന്ധുക്കളെയൊക്കെ വിളിക്കാനില്ലേ? ഹോബി, എല്ലാരെയും വിളിക്കണം. ഇനി നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വിളിക്കാം. എന്തായാലും നമ്മൾ 4 പേരും പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. ഞാൻ വരുന്നു. വിളിക്കുമ്പോൾ ആരെയും വിട്ടുപോകരുതേ. എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തേക്കണേ എല്ലാ കാര്യവും. ഉണ്ട്. അപ്പൊ എല്ലാവരും ആ സ്ഥലത്തോട്ട് പോവാൻ റെഡി ആയിരിക്കണേ. ഇച്ചിരി അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാനുള്ള കുറച്ച് ഐഡിയാസ്. നിങ്ങളത് ചൂസ് ചെയ്ത് എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പം ടൈം വൈകിക്കാതെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഡിജിനെ ഇതൊന്ന് നോക്കിയിട്ട് പോകണേ. അത് കൊള്ളാം. മറ്റേതും കൂടെ ഒന്ന് നോക്കി. പോവാം. അപ്പൊ ഞാൻ നല്ല ആദ്യം മേക്കപ്പ് ഇട്ട് തുടങ്ങണല്ലേ. ചേച്ചി നല്ലോണം തേച്ച് തരണേ. എന്റെ കണ്ണിന്റെ അടിയിലുള്ള ചെറിയ ചെറിയ പാടുകളുണ്ട്, അതെല്ലാം ഒന്ന് മാറ്റി തരണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്ര പെട്ടെന്ന് എന്റെ കല്യാണം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇന്ന് ഫോട്ടോഷൂട്ട്, അടുത്ത ആഴ്ച കല്യാണം. എത്ര പെട്ടെന്നാ. ചേട്ടാ, എന്റെ മുടിയില്ലേ ഒരുപാടായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ഉള്ള ഹെയർ സ്റ്റൈൽ ചെയ്യണേ. അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം മോളെ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചേട്ടാ എന്തോ ചെയ്യുന്നതെന്ന് പോലും എനിക്കൊരു ബോധമില്ല. ഓ, എത്ര പെട്ടെന്നാ സമയം പോയേ. ഇന്ന് ഫോട്ടോഷൂട്ട് അല്ലേ, അടുത്ത ആഴ്ച കല്യാണമാണ്. എടി നിന്റെ കല്യാണം അല്ലല്ലോ. അയ്യോ, ഓർമ്മിപ്പിക്കണമെന്നില്ല, എനിക്കറിയാം. ഞാനിവിടെ മേക്കപ്പ് ചെയ്യുക. എനിക്ക് നല്ല ടെൻഷനുണ്ട്. കുക്കി ചേട്ടനെ കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കുമോ എന്തോ, കാണാൻ കൊതിയാവുന്നു.